ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഈ നല്ല ദിവസം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം ഇടയാക്കി തന്ന വലിയ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹ സമ്പൂർണമായ ഒരു ദിവസത്തിൽ എന്റെ ദൈവത്തിന്റെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ സർവശക്തനായ ദൈവം പരിശുദ്ധാത്മാവിൽ അടിയനെ ബലപ്പെടുത്തിയതോർത്ത് സ്തോത്രം. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 34 അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. എന്റെ പ്രിയ സഹോദര സഹോദരി, നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു നാളും ലജ്ജിച്ച് പോകേണ്ട വരുത്തില്ല, എവിടെയും തല കുനിക്കേണ്ട വരികയില്ല. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ആദ്യം നമ്മുടെ പ്രശ്നങ്ങളുടെ ആഴങ്ങൾ നോക്കി നമ്മൾ തന്നെ അങ്ങ് ഡസ്പായി അല്ലെങ്കിൽ നമ്മൾ തന്നെ അങ്ങ് ക്ഷീണിച്ചു പോകുന്ന ഒരവസ്ഥ. രണ്ടാമത് നമ്മൾ കൊണ്ടിടുന്നത് മറ്റുള്ളവരുടെ മുകളിൽ അല്ലെങ്കിൽ മനുഷ്യപുത്രരിൽ നമ്മൾ ആശ്രയം നേടുമ്പോൾ ആ പ്രശ്നങ്ങൾ അവരെ ഏറ്റവും കൂടുതൽ അതിനെ വലുതാക്കി. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രശ്നങ്ങൾ തീരുമെന്ന്. ഒരിക്കലുമല്ല. ആ പ്രശ്നങ്ങൾ നമ്മൾ വിചാരിക്കും അവർ കേൾക്കുമെന്ന്. എന്നാൽ ചിലർ അത് പോയി വലിയ കളിയാക്കും, നിന്ദിക്കും, അപമാനിക്കും. പല രീതിയിലുള്ള കുത്തുവാക്കുകൾ നമുക്കെതിരെ ഉണ്ടാകും. നമ്മൾ പ്രതീക്ഷിക്കാത്ത അവരിങ്ങനെ സംഭവിച്ചിട്ടാണ് അവനിങ്ങനെ പറ്റിയതെന്നുള്ള നമ്മൾ പോലും സഞ്ചരിക്കാത്ത വഴികളെ അവർ തന്നെ മെനഞ്ഞുണ്ടാക്കി അതൊരു വലിയ കഥയാക്കി മാറ്റും. അപ്പോൾ സഹായിക്കുവാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും നിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഇടുവാൻ പാടില്ല. എന്നാൽ എവിടാണ്? അവങ്കിലേക്ക് നോക്കിയവർ. നമ്മുടെ പ്രശ്നങ്ങളുടെ മുകളിലാണ് നമ്മുടെ ദൈവം എപ്പോഴും. അത് നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ട് നമ്മുടെ ഏത് പ്രശ്നമാണോ അതിന്റെ മുകളിൽ കൂടെ, നിന്റെ പ്രശ്നങ്ങളുടെ മുകളിൽ കൂടെ നടന്ന് അതിനെ പരിഹരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം ലജ്ജിച്ചു പോകാതെ ഇരിക്കണമെങ്കിൽ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കണം. നമുക്ക് അറിയാം, ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ 3-ാം അധ്യായം നമുക്ക് ഫുൾ വായിക്കുമ്പോൾ നമുക്ക് നെബൂഖദ്നേസർ രാജാവിനെ കുറിച്ച് നമുക്ക് വായിക്കുവാൻ പറ്റും. ശദ്രക്, മേശക്, അബേദ്നെഗോവിന്റെ ദൈവത്തോടുള്ള ആഴമായ ബന്ധത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ പറ്റും. ഇവിടെ ദൈവത്തിൽ ആശ്രയിച്ച ശദ്രക്, മേശക്, അബേദ്നെഗോവിനെ നമുക്കിവിടെ കാണുവാൻ പറ്റും. ഈ 3 പുരുഷന്മാർ, നെബൂഖദ്നേസർ രാജാവ് നമുക്കറിയാം സ്വർണം കൊണ്ട് ഒരു ബിംബമൊക്കെ ഉണ്ടാക്കി ആ ബിംബത്തെ സേവിക്കണമെന്ന് ആ ദേശത്തൊരു വിളംബരം, ഒരറിയിപ്പ് പുറപ്പെടുവിച്ചു. ഈ സ്വർണം കൊണ്ടുണ്ടാക്കിയ ബിംബത്തെ ഞങ്ങളെല്ലാവരും ആരാധിക്കുകയും അത് എങ്ങനെയാണ് കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം ഇവയൊക്കെ ഊതുമ്പോൾ അതിൽ വീണ് അതിനെ നമസ്കരിക്കണമെന്ന് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. എന്നാൽ കൽദേര് അവിടെ ചെന്ന് രാജാവിനോട് അറിയിച്ചു, യഹൂദന്മാരായ ചിലർ അത് അനുസരിക്കുന്നില്ല. അവിടെ നെബൂഖദ്നേസർ രാജാവിനോട് ഈ കൽദേർ ചെന്ന് പറയുകയാണ്, ഇവിടെ ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾ മേൽവിചാരകനാക്കിയ ശദ്രക്കും, മേശക്കും, അബേദ്നെഗോവും എന്നീ യഹൂദന്മാർ ഈ ബിംബത്തെ നമസ്കരിക്കുവാനോ സേവിക്കുവാനോ തയ്യാറല്ല എന്ന് പറഞ്ഞു. സ്തോത്രം. ഇവിടെ രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെ സേവിക്കുവാനൊന്നും ഈ 3 ദൈവ പുരുഷന്മാർ അവർക്ക് അതിന് മനസ്സില്ലായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഈ വാർത്ത കേട്ടപ്പോൾ, ഈ കൽദേര് ചെന്ന് ഈ രാജാവിനോട് ഈ വാർത്തയൊക്കെ അറിയിച്ചപ്പോൾ നെബൂഖദ്നേസർ രാജാവിന് ദേഷ്യം പിടിച്ചു. അവരെ എരിയുന്ന തീച്ചൂളയിൽ ഇടുവാൻ കൽപ്പിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് നിങ്ങളെ എന്റെ കയ്യിൽ നിന്നും വിടുവിക്കാനാവുന്ന ദൈവം ആരെന്ന് അട്ടഹസിച്ചു. നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ ഏത് ദൈവത്തിനാ കഴിയുമെന്ന് ഒരു വിളംബരം അവിടെ നിന്നുകൊണ്ട് നെബൂഖദ്നേസർ രാജാവ് അവിടെ നിന്നുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളെ ഞാൻ തീച്ചൂളയുടെ നടുവിലിട്ട് കളയും. നിങ്ങളെ എന്റെ കയ്യിൽ വിടുവിക്കുവാൻ ഏത് ദൈവത്തിനാണ് ഹല്ലേലൂയ സാധിക്കുന്നതെന്ന് പറഞ്ഞ് അവിടെ കടന്ന് നെബൂഖദ്നേസർ രാജാവ് അഹങ്കരിച്ചു. അപ്പോൾ ഈ ശത്രുക്കും, മേശക്കും, അബേദ്നെഗോവും രാജാവിനോട്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയും, അവൻ എരിയുന്ന തീച്ചൂളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുമെന്ന് പറഞ്ഞു. പ്രിയരെ, ഇവിടെ നാം കാണുന്നത് അവർക്ക് ദൈവത്തിലുള്ള പ്രത്യാശയാണ്.
തന്റെ ദൈവം തന്നിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഞങ്ങളെ എന്റെ ദൈവം അവരുടെ പ്രശ്നങ്ങളിൽ നിന്നും ഏത് പ്രശ്നങ്ങളിൽ നിന്നും വിടുവിക്കുമെന്നുമുള്ള ഈ മൂന്ന് പുരുഷന്മാരുടെ അവരുടെ ആ ഉറപ്പും ധൈര്യവും നമുക്കവിടെ കാണുവാൻ പറ്റും. എന്നാൽ രാജാവിന് ദേഷ്യം വന്നിട്ട് ഈ വാക്കുകളൊക്കെ കേട്ടപ്പോൾ രാജാവിന് ഏറ്റവും കൂടുതൽ കോപം ജ്വലിച്ചു. എന്നാൽ രാജാവ് അവിടെ പറയുന്നു, തീച്ചൂളയുടെ ചൂട് പതിവിലും 7 മടങ്ങ് വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ രാജാവിന് ഇത് കേട്ടപ്പോൾ പറഞ്ഞു, നീ നിങ്ങൾ അത്രയ്ക്കായോ? ഈ തീച്ചൂളുടെ ചൂട് ഇപ്പോൾ ഉള്ളതിനേക്കാളും ഇപ്പോൾ ഉള്ള ചൂട് തന്നെ വെന്തുരുകുന്ന ചൂടാണ്. എന്നാൽ ഇതിനേക്കാളും 7 മടങ്ങ് തീച്ചൂളുടെ ചൂട് വർദ്ധിപ്പിക്കുവാൻ അവിടെ സൈനികരോട് കൽപ്പിച്ചു. എന്നിട്ട് സൈന്യത്തിലെ ഏറ്റവും ബലവാന്മാരായ സൈനികരെ കൂട്ടുവരുത്തി അവരോടുകൂടെ ഈ മൂവരെയും ബന്ധിച്ച് അവരുടെ കാൽ ചട്ടയൊക്കെ ഇട്ട് ബന്ധിച്ച് കൈകളൊക്കെ കെട്ടി ഇവരെ കൂടെ ബന്ധിച്ചിട്ട് ഈ 7 മടങ്ങ് വർദ്ധിച്ച തീച്ചുളിൽ ഇട്ടുകൊണ്ട് പോവാൻ ഇവർക്ക് കൽപ്പന പുറപ്പെടുത്തു. അവിടുന്ന് ഏറ്റവും ബലവാന്മാരായ സൈനികരെയാണ് തെരഞ്ഞെടുത്തത് ഇവരെ കൊണ്ടുപോകാൻ. ഏറ്റവും ബലവാന്മാരായ സൈനികർ എന്ന് പറയുമ്പോൾ തീച്ചൂളയുടെ അവിടെ ചെല്ലുമ്പോൾ ഇവർ ഈ പെട്ടെന്ന് ഇതൊക്കെ പൊട്ടിച്ച് ഇറങ്ങി ഓടാതിരിക്കാനും പിടിക്കാനും ഒക്കെ ആയിരിക്കാം അവിടെ ബലവാന്മാരായ 3 സൈനികരെ അവിടെ രാജാവ് കൽപ്പിച്ച് ആക്കിയത്. പ്രിയമുള്ളവരെ, നമുക്കവിടെ കാണാൻ പറ്റുന്ന ഒരു കാഴ്ച, അവരെ തീയിലിടാൻ കൊണ്ടുപോയ ആ സൈനികർ ആ തീയിൽ വെന്ത് ഉരുകി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ പറ്റുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ? നിന്നെ ഏത് പ്രശ്നങ്ങളിലാണ്, ആരാണ് നിന്നെ തള്ളിയിടുവാൻ, ആരാണ് നിന്നെ ഈ പ്രശ്നങ്ങളിലൊക്കെ അകപ്പെടുത്തുവാൻ കൊണ്ടുപോയത്? ഒരു ദൈവഭക്തന്റെ നേർക്കുള്ള ദൈവത്തിന്റെ കരുതൽ എത്രമാത്രം ഉണ്ടെന്ന് നമുക്കിവിടെ കാണുവാൻ പറ്റും. നിന്നെ ആരാണോ തള്ളിയിടുവാൻ കൊണ്ടുപോയത് അവർ തന്നെ ആ തീച്ചൂളയുടെ ആ ചൂടിൽ അവർ വെന്തുരുകുന്ന ഒരു കാഴ്ച. പ്രൈസ് ലോർഡ്. ദൈവത്തെ അന്വേഷിക്കുന്ന അവന്റെ ഭക്തന്മാർക്ക് അവൻ പരിചയം പലകയുമാണ്. അവർ അവിടെ അതുകൊണ്ടാണ് തിരുവെഴുത്തുകളിൽ പറയുന്നു, അവർ വെള്ളത്തിൽ കൂടി നടന്നാൽ ആ വെള്ളം അവരെ മുക്കിക്കളയുകയില്ല, തീയിൽ കൂടി നടന്നാൽ അത് അവർ വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കത്തുമില്ല. പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രിയ സഹോദര സഹോദരി, അവിടെ നമുക്ക് കാണുവാൻ പറ്റുന്ന ഒരു കാഴ്ച, അവരെ കൊണ്ടുപോകാൻ പോയ പടയാളികൾ ആ തീച്ചുളുടെ നടുവിൽ അവരെ വെന്ത് ഉരുകി പോയി. ഈ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരുന്ന നെബൂഖദ്നേസർ രാജാവും മന്ത്രിമാരും അവിടെ നിന്നുകൊണ്ട് ഈ കാഴ്ച ഇവരിപ്പോൾ ചാകുമെന്ന് തീച്ചൂളിൽ വെന്തെരിയുന്ന ആ ഒരു കാഴ്ച കാണാൻ ദൂരത്ത് മാറിയുന്ന രാജാവ് ഇത് കണ്ട് ഞെട്ടി മന്ത്രിമാരോട് പറയുകയാണ്. മന്ത്രിമാരെ കൂട്ടി വരുത്തിയിട്ട് അവർ പറയുന്ന ഒരു കാഴ്ച കാണുക, ഒരു വലിയ കാഴ്ച രാജാവ് അവിടെ കാണുകയാണ്. ഈ സൈനികർ വെന്തുരുകി പോകുന്നത് മാത്രമല്ല, ഹല്ലേലൂയ, അവിടെ നെബൂഖദ്നേസർ രാജാവ് പറയുന്നു, മന്ത്രിമാരോട് പറയുന്നു, നമ്മൾ 3 പേരെ അല്ലയോ തീച്ചൂളയിൽ ഇടാൻ കൊണ്ടുപോയത്? എന്നാൽ അവിടെ കാണുവാൻ പറ്റും തീച്ചൂളയിൽ ഇടുന്ന, എന്നാൽ 4-മനായി ഒരാൾ ഞാൻ കാണുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് 4-മനായി ഒരുവനെ അവിടെ കാണുവാൻ പറ്റും? അതെ പ്രിയപ്പെട്ടവരെ, 4 പേർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്ന ഒരു കാഴ്ച അവിടെ രാജാവ് കാണുകയാണ്. സ്തോത്രം. അവർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല, ഒരു കേടും പറ്റിയതായി രാജാവ് കാണുന്നില്ല. 4-മത്തെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നുവെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അവിടെ രാജാവ് പറയണം, 4-മത്തെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്റെ പ്രിയ ദൈവജനമേ, നിന്നെ ദഹിപ്പിക്കുവാൻ ഒരു തീക്കോ ഒരു അഗ്നിക്കോ ഒരു വെള്ളത്തിനോ സാധ്യമല്ല. നിന്നെ ദഹിപ്പിക്കാൻ അവിടെ ഞാൻ പറയുന്നു, അവിടെ 4-മനായല്ല, അവിടെ 1-മനായി നിന്നെ തീച്ചൂളയിൽ കൊണ്ടുപോയി ഇടുന്ന ആ തീയുടെ നടുവിൽ 1-മനായി ദൈവം ഇറങ്ങി നിനക്ക് വേണ്ടി കാവലിരുന്നു. അവിടെ 1-മനായി നിനക്ക് വേണ്ടി കാവലിരുന്ന ഒരു ദൈവമുണ്ട്. തന്റെ ഭക്തന്മാരെ കാവൽ ചെയ്യുവാൻ, അവർക്ക് ബലമേകാൻ, അവരെ പ്രൊട്ടക്ട് ചെയ്യുവാൻ അവിടെ 1-മനായി ഇറങ്ങിയ ദൈവം. അവിടെ രാജാവ് കാണുന്നു, 3 പേരെ അയച്ചെടുത്ത് 4 പേര് തീയുടെ നടുവിൽ കൂടെ നടന്നു വരുന്നു. നമുക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? ആ കാഴ്ച നമുക്കൊന്ന് കാണുവാൻ പറ്റുന്നുണ്ടോ? ഇവിടെ പറയുന്നു, ഇനി ഏത് പ്രശ്നങ്ങളിലും നമ്മളെ കാക്കുന്ന ഒരു ദൈവം. അവിടെ 4-മനായി ദൈവം ഇറങ്ങി അവരെ രക്ഷിക്കുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിന്റെ 27-മത്തെ വാക്യം ഒന്ന് നോക്കി.
ദേഹത്തിന് തീ പിടിക്കാതെ, തലമുടി കരിയാതെ, കാൽച്ചട്ടയ്ക്ക് കേടുപറ്റാതെ, തീയുടെ മണം പോലും തട്ടാതെ, ഹല്ലേലൂയ, അവിടെ നിന്നെ കാത്ത ഒരു ദൈവമുണ്ട്. അവിടെ ഒന്ന് വായിച്ച ഒന്നുകൂടെ ആ വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. ദേഹത്തിന് തീ പിടിക്കാതെ, തലമുടി കരിയാതെ, കാൽച്ചട്ടയ്ക്ക് കേടുപറ്റാതെ, തീയുടെ മണം പോലും തട്ടാതെ. എന്റെ പ്രിയപ്പെട്ടവരെ, തീയിൽ ഇട്ട് കളയുന്നവന്റെ ഒരു കയ്യിലെ നമ്മളൊരു അടുപ്പിലോ ഒരു കയ്യിലെ നമ്മുടെ ഒരു രോമം ഒരു ചെറുതായിട്ടൊന്ന് കരിയുമ്പോൾ തന്നെ നമുക്ക് എന്ത് വേദനയും എന്തൊരു മണവും ആയിരിക്കും അതിന്. നമ്മുടെ സ്കിന്നൊന്ന് ചെറുതായിട്ടൊന്ന്, അതിനൊക്കെ നമുക്കറിയാം അത്. എന്നാൽ തീയിലിട്ട 3 പുരുഷന്മാരെ അവരുടെ ദേഹത്തിന് ഒരു മണം തട്ടാതെ, തീയുടെ ഒരു മണം പോലും ഹല്ലേലൂയ നിന്റെ ദേഹത്ത് പറ്റാതെ കാക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ഹല്ലേലൂയ ആരാധിക്കുന്നത്. ഇവിടെ പറയുന്നു, തട്ടാതെ നിന്നെ കാക്കുന്ന ദൈവം. ഹല്ലേലൂയ, നിന്റെ തലമുടി പോലും പൊഴിയുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിന്റെ തലമുടി ഒന്ന് താഴെ പൊഴിയണമെങ്കിൽ അവിടെ ദൈവം അറിയാതെ നിന്റെ തലമുടി പോലും പൊഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് കാണുവാൻ പറ്റും, അപ്പോസ്തലനായ പൗലോസ് അവിടെ വലിയ പ്രതിസന്ധിയൊക്കെ നേരിട്ടിരിക്കുന്ന ആ സമയത്ത് കപ്പലും തകർന്ന് ഇനി രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെ നശിച്ചു പോകുമെന്ന് പൗലോസ് തന്നെ പറഞ്ഞു. എന്നാൽ ഒരു പ്രഭാതത്തിൽ പൗലോസ് എഴുന്നേറ്റ് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ധൈര്യത്തോടെ ഇരിപ്പിൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും. നിങ്ങളിലാകട്ടെ നിങ്ങളുടെ രോമത്തിന് പോലും ഒരു കേടും പറ്റുകയില്ല എന്ന്. എന്തുകൊണ്ടാണ്, എവിടുന്നാണ് ആ വിശ്വാസം വന്നത്? തലേദിവസം രാത്രി ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി പൗലോസിനെ ബലപ്പെടുത്തി. നീ എവിടാണോ എത്തിച്ചേരേണ്ടത് നീ അവിടെ തന്നെ എത്തിച്ചേരും. നീ എവിടോട്ടാണോ പോകേണ്ടത് അവിടെ തന്നെ. നിന്റെ രോമത്തിന് പോലും ഒരു കേടുപാടും പറ്റത്തില്ലെന്ന് ദൈവം ഇറങ്ങി വന്ന് തന്റെ ദൂതനെ അയച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ഒരു രോമം പോലും പൊഴിഞ്ഞു പോവാൻ സമ്മതിക്കുകയില്ല. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ പറ്റുന്നതാണ്. ഹല്ലേലൂയ, ദൈവം നമ്മളെ കരുതുന്ന ദൈവമാണ്. ഈ നെബൂഖദ്നേസർ രാജാവ് പറയുന്നു, ശദ്രക്, മേശക്, അബേദ്നെഗോവിന്റെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. 28-ാം അധ്യായം വാഴ്ത്തപ്പെട്ടവൻ തന്റെ ദാസന്മാരെ, ഹല്ലേലൂയ, തന്റെ ദാസന്മാരെ സ്വദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നുവല്ലോ. ഇനി ഈ വിധത്തിൽ വിടുവിക്കുവാൻ കഴിയുന്ന മറ്റൊരു ദൈവമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ രാജാവ് പറയുവാണ്, നിങ്ങളുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ, നിങ്ങളുടെ ദൈവം ഒരുവനേ ഉള്ളൂ. ഹല്ലേലൂയ, ഈ തീച്ചൂട നടുവിൽ നിന്നും ഈ രീതിയിൽ വിടുവിപ്പാൻ കഴിയുന്ന ദൈവം വേറെ ആരുമില്ല. നിന്നെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്ന വേറെ ആർക്കും പറ്റുകയില്ല. അവിടെ പറയുന്നു, ശദ്രക്, മേശക്, അബേദ്നെഗോവിന്റെ ഹല്ലേലൂയ ദൈവം വാഴ്ത്തപ്പെട്ടവനെന്ന്. ഈ ദൈവം ആണ് സർവശക്തനെന്ന്. ഹല്ലേലൂയ, ആ നെബൂഖദ്നേസർ രാജാവ് ആദ്യം പറഞ്ഞു, ആരെ ഇങ്ങനെ എന്റെ കയ്യിൽ നിന്നും വിടുവിക്കാൻ കഴിയുന്ന ദൈവം ഉണ്ടോ എന്ന് എനിക്കൊന്ന് അറിയണമെന്ന്. എന്നാൽ ഇപ്പൊ പറയുന്നു, നിങ്ങളുടെ ദൈവമല്ലാതെ വേറൊരു ദൈവവുമില്ല. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവമല്ലാതെ വേറെ ആർക്കും നമ്മളെ രക്ഷിപ്പാൻ കഴിയുകയില്ല. പ്രിയരെ, അതുകൊണ്ടാണ് പറയുന്നത് 91-ാം സങ്കീർത്തനം അതിന്റെ 11-ും 12-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ തന്റെ ദൂതന്മാരോട് അവൻ കൽപ്പിച്ചാക്കുന്ന ദൈവം. അവൻ എല്ലാ വഴികളും, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടത് അവൻ നിന്റെ കൈകളിൽ വഹിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. തന്റെ കാൽ വഴുതുവാനോ ഒരു രോമം പൊഴിയുവാനോ നിന്റെ കാലൊന്ന് തട്ടിപ്പോവാനോ ദൈവം സമ്മതിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ ഇങ്ങനെ പ്രിയരെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുവനെയും അവൻ തള്ളിക്കളയത്തില്ല. നിന്നെ ആരാണോ നശിപ്പിക്കാൻ കൊണ്ടുപോകുന്നത്, നിന്നെ ആരാണോ തീച്ചൂളയിൽ ഇടാൻ കൊണ്ടുപോകുന്നത്, അവർ തന്നെ വെന്തുരുകി പോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് 34-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നമ്മുടെ മുഖത്തെ പ്രകാശപൂർണമാകണമെങ്കിൽ അവങ്കിലേക്ക് നോക്കണം. ആ പ്രകാശം നിന്റെ മുഖത്ത് വരണമെങ്കിൽ തള്ളിയിടാൻ കൊണ്ടുപോയവർ തീച്ചുളയിൽ ഇട്ട് കഴിഞ്ഞാൽ നിന്റെ മുഖം പ്രകാശപൂർണമായിരിക്കില്ല, വെന്തുരുകുന്ന മുഖമായിരിക്കും നിനക്ക് കാണുവാൻ പറ്റുന്നത്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു പൈതനാണോ, ഒരു മകനാണോ, മകളാണോ നീയെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ പറയുന്നു, നീ ലജ്ജിച്ചു പോകത്തില്ല. നിന്റെ മുഖം എപ്പോഴും പ്രകാശം നിറഞ്ഞതായിരിക്കും. നിന്റെ ജീവിതം പ്രകാശം നിറഞ്ഞതായിരിക്കും.
ഒരു കേടും നിനക്ക് പറ്റിയതായി കാണുകയില്ല. നീ എവിടെയും തളർന്നു പോകത്തില്ല. നിന്റെ പ്രശ്നങ്ങളെ നോക്കി ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന ഈ സമയം നിങ്ങൾ പറയുവാൻ തയ്യാറാകണം, എൻ്റെ ദൈവം എൻ്റെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എന്നെ വിടുവിപ്പാൻ ശക്തനെന്ന്. ഇന്ന് ആരോടൊക്കെയോ ഉള്ള ഒരു മെസ്സേജാണ്. മനസ്സ് തകർന്നിരിക്കുന്നവരെ, നിന്ദിക്കപ്പെട്ടവരെ, അപമാനിക്കപ്പെട്ടവരെ, സമൂഹത്തിലെ, കുടുംബത്തിനകത്ത്, സമൂഹത്തിലെ ജനങ്ങളുടെ ഇടയിൽ, സഭയിൽ, തൻ്റെ കൂട്ടുകാർക്കിടയിൽ, ജനസമൂഹത്തിൽ, എല്ലായിടത്തും നിന്ദിക്കുകയും അവമാനിക്കുകയും ഒക്കെ പെട്ടവരോടുള്ള ഒരു ദൈവത്തിൻ്റെ വലിയ ദൂതാണ് ഞാൻ ഈ പറയുന്നത്. നിന്നെ ഏത് തീച്ചൂളയുടെ നടുവിലാണ് എറിയുവാൻ കൊണ്ടുവരെ, ആരാണോ നിന്നെ എറിയുവാൻ കൊണ്ടുവരെ, അവരുടെ നടുവിൽ വെച്ച് നാലാമനായി ഇറങ്ങി, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നാമനായി ഇറങ്ങി നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, നിന്നെ ഒന്നാമനായി ഇറങ്ങി ഹാലേലു തൻ്റെ ഭക്തന്മാരുടെ കാര്യത്തിൽ അവൻ ഹാലേലുയ അവൻ തൻ്റെ ഭക്തന്മാരുടെ പ്രാണനെ അവൻ കാക്കുന്ന ദൈവമാണ്. ഒരു പോറൽ പോലും ഏൽക്കാതെ, ഒരു രോമം പോലും കൊഴിയാതെ, ഒരു തീയുടെ മണം പോലും തട്ടാതെ, ഒരാളുടെയും നിന്നെയോ ജീവിതത്തിൽ പലതും നിങ്ങൾ സഹിക്കേണ്ട വന്നേക്കാം. പക്ഷേ ഒന്നാമനായി ഇറങ്ങി ഹല്ലേലൂയ അവരോടൊപ്പം ചൂളയുടെ നടുവിൽ നടന്ന് നിന്നെ രക്ഷിച്ച ദൈവം, അവരുടെ കാല് വെന്തുപോയില്ല. അവര് ഒരു രീതിയിലും അവർ വിഷമിക്കേണ്ട വന്നില്ല. കാരണം അവിടെ ശത്രുക്, മേശക്, അബേദ്നെഗോവ് ആശ്രയിച്ചത് എൻ്റെ ദൈവം. അവിടെ പറഞ്ഞു, എൻ്റെ ദൈവം എന്നെ വിടുവിപ്പാൻ, ഞങ്ങളെ വിടുവിപ്പാൻ ശക്തനെന്ന്. ഇന്ന് ഈ പകൽക്കാലം എത്ര പേർക്ക് ആത്മാവിൽ പറയുവാൻ പറ്റും, എൻ്റെ ദൈവം എൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കും, എൻ്റെ ദൈവം എൻ്റെ ഈ കടബാധ്യതയിൽ നിന്ന് എന്നെ വിടുവിക്കും, എൻ്റെ ദൈവം എൻ്റെ ഈ രോഗക്കെട്ടുകളിൽ നിന്ന് എന്നെ വിടുവിക്കും. എത്ര പ്രതിസന്ധി നടന്നതാണേലും എൻ്റെ ഈ രോഗങ്ങൾ മാറും, ഈ ജോലിയില്ലായ്മ, എനിക്കൊരു ജോലി ലഭിക്കും, അത് എൻ്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥത ഉണ്ടാകും. ഈ പകൽക്കാലം ആരോടൊക്കെ ഉള്ളൊരു മെസ്സേജാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു സ്വസ്ഥത ഉണ്ടാവും, എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ മാറും, എൻ്റെ സഹോദരങ്ങൾ തമ്മിൽ ഒന്നിക്കും, ഞങ്ങൾ ഒരു വീട്ടിൽ പാർക്കും. ഹല്ലേലൂയ ഇന്ന് ആരോടൊക്കെ ഉള്ളൊരു വലിയ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ അറിയുന്നു. കർത്താവ് എന്നെ ഹല്ലേലൂയ വല്ലാതെ ആത്മാവിൽ ഞാൻ പറയുകയാണ്, ഇന്ന് നിന്റെ പ്രശ്നങ്ങൾ മാറും. നീ തീ കൂടെ നടന്നാൽ വെന്ത് പോകത്തില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല. ഒന്നാമനായി ഇറങ്ങി നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്, ബിംബത്തെ അല്ല. യാതൊരു ബിംബങ്ങളെയും ആരാധിക്കുവാനോ നമസ്കരിക്കുവാനോ നിങ്ങൾ പോകാതിരുന്നാൽ, ദൈവത്തിൽ ആശ്രയം വെച്ചാൽ നിങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കും. ഈ വചനങ്ങളാൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ, ആമേൻ, ആമേൻ.